ഹലോ ഓൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഇതിനൊരു ഡ്രസ്സും അതുപോലെ തന്നെ ഷൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 4 പ്ലേൻ്റെ കോട്ടൺ യാൺ തന്നെയാണ്. അതുപോലെ തന്നെ 3 mm ഹൂക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു റെഡ് കളർ യാണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റായിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് 21 ചെയിൻ സ്റ്റിച്ചാണ്. എനിക്ക് 21 ആണ് വേണ്ടുന്നത്. നിങ്ങളുടെ ഡോളിന് എത്രയാണോ മെഷർമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ ചെറിയൊരു ഡോളായ കാരണം ഇതിന് 21 ചെയിൻ സ്റ്റിച്ചിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. ഇത് ടോയ്ക്കനുസരിച്ചിട്ടും അതുപോലെ തന്നെ യാണിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ഞാനിവിടെ 21 ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. അപ്പം അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോളിലൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം. മെഷർമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എത്രയാണോ നെക്കിൻ്റെ ഇറക്കമൊക്കെ വേണ്ടതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ചിലും വ്യത്യാസം വരുത്താം. എനിക്കിപ്പോൾ കറക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ബാക്കി ചെയ്യാം. ഇനി ഞാനിവിടെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ടേൺ ചെയ്യാം. ദെൻ ആ ചെയിൻ സ്റ്റിച്ച് തന്നെ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനിയത്തെ സ്റ്റെപ്പ് വെച്ചാൽ 1 ഡബിൾ ക്രോഷേ ദെൻ ഇൻക്രീസ്, ഡബിൾ ക്രോഷേ ഇൻക്രീസ്. ഇതാണ് ഇനിയത്തെ പാറ്റേൺ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഞാനിതൊന്ന് ഈ റോളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ സ്ലീവിന് എത്ര പോർഷനാണ് വേണ്ടതെന്നുള്ള മെഷർമെൻ്റ് എടുക്കാം. ഇതുപോലെ ബാക്കിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു എന്താ പറയുക സ്ലീവിൻ്റെ ഒരു ഹോള് കറക്റ്റായിട്ട് ഇവിടെ കിട്ടുള്ളൂ. നമുക്കിതൊന്ന് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്തിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ സ്ലീവിന് എത്രയാണോ വേണ്ടതെന്നുള്ളിടത്ത് നമുക്കൊരു മാർക്കർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് എവിടെയാണ് സ്ലീവിൻ്റെ പോർഷൻ വരുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും.
ആ കിട്ടിയ പോയിന്റ്സിൽ 4 ഇതുപോലെ 4 ആക്കിയിട്ട് മാർക്കർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ സിംഗിൾ ക്രോഷ്യ ആണ് അടുത്ത റൗണ്ട് ചെയ്യണത്. ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത് 6 സിംഗിൾ ക്രോഷ്യ ആണ്. 6 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റിച്ചിലും അതുപോലെ തന്നെ 8 സിംഗിൾ ക്രോഷ്യ വിട്ടതിന് ശേഷം 9ാമത്തെ സ്റ്റിച്ചിലുമാണ് ഞാനിവിടെ ചെയ്യണത്. അതിലേക്കാണ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. നമുക്ക് അടുത്ത പോയിന്റ് വരെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇവിടെ അതുപോലെ തന്നെ 8 സിംഗിൾ ക്രോഷ്യേസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ദെൻ ബാക്കി വരുന്ന 6 സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കൊടുക്കാം. ആ റൗണ്ട് കംപ്ലീറ്റ് ആയി. നമുക്കിപ്പോൾ സ്ലീവിൻ്റെ ഹോള് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ കൊള്ളുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. എനിക്കിവിടെ കറക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. അത് നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ദെൻ ഓരോന്നിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 റൗണ്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. രണ്ട് റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഓരോന്നിലും ഇൻക്രീസസ് വെച്ച് ചെയ്യാം. ഡബിൾ ക്രോഷ്യ ഇൻക്രീസസ് ഓരോ സ്റ്റിച്ചിലും ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ ഫസ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാറ്റേൺ ആണ് ഡബിൾ ക്രോഷേ ഇൻക്രീസ്. ഈ ഒരു പാറ്റേൺ ആണ് ഇനി ഈ റൗണ്ടിൽ ചെയ്യാൻ പോണത്. അപ്പം അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇനി അടുത്ത റൗണ്ടിൽ വരുന്നത് 2 ഡബിൾ ക്രോഷേ ദെൻ ഡബിൾ ക്രോഷേ ഇൻക്രീസ്. ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്തതിൽ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 2 ഡബിൾ ക്രോഷേ ദെൻ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ചെയ്തെടുക്കാം. നമുക്ക് ലെങ്ത്ത് വേണ്ടതിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അടുത്ത റൗണ്ട് വരുമ്പോൾ 3 ഡബിൾ ക്രോഷേ ഇൻക്രീസ്, 4 ഡബിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ലെങ്ത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള യാണ് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിലെ 2 ബട്ടൺസും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ ഇതിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡബിൾ ക്രോഷേ വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ ബട്ടൺസ് വെച്ച് കൊടുക്കേണ്ടത്. എന്നാലേ നമുക്കത് ഇട്ട് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരിക്കും. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഷൂസ് ആണ്. ഷൂസിന് ഫസ്റ്റ് നമ്മൾ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ദെൻ നമുക്ക് ടേൺ ചെയ്തിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. 4 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഒരേ സ്റ്റിച്ചിൽ തന്നെ 3 എണ്ണം ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത സൈഡിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 12 ആയിരിക്കും. ഇനി റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടാം. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ ഫസ്റ്റ് നമുക്കൊരു ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്തിട്ട് 3 സിംഗിൾ ക്രോഷേ ചെയ്യാം.
3 സിംഗിൾ ക്രോഷേ കഴിഞ്ഞതിന് ശേഷം 3 ഇൻക്രീസസ് ചെയ്യാം. ത്രീ ഇൻക്രീസസ് ചെയ്തു. ദെൻ നമുക്ക് 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. ലാസ്റ്റത്തെ 2 സ്റ്റിച്ചിൽ 2 ഇൻക്രീസും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഈ റൗണ്ടിൽ നമുക്ക് കിട്ടുന്നത് 18 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഈ റൗണ്ട് കിട്ടുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് 3 സിംഗിൾ ക്രോഷേസ് ചെയ്യാം. 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ളത് 3 ടൈംസ് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, ദെൻ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 കൂടെ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ 3 സിംഗിൾ ക്രോഷേ കഴിഞ്ഞതിന് ശേഷം 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ളത് 2 ടൈംസ് ചെയ്ത് കൊടുക്കാം. 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 24 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും. ദെൻ നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. ആദ്യം 7 സിംഗിൾ ക്രോഷേ ചെയ്യാം. ബാക്ക് ലൂപ്പിലൂടെ 7 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 ഡിഗ്രീസസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഡിഗ്രീസസ് ചെയ്ത് കൊടുക്കാം. നോർമൽ ആയിട്ടുള്ള ഡിഗ്രീസ് ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ തവണയും ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 ഡിഗ്രീസ് വരുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കി 9 സിംഗിൾ ക്രോഷേസ് ഉണ്ടാവും. അതും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഈ നെക്സ്റ്റ് റൗണ്ടിൽ വരുന്നത് 7 സിംഗിൾ ക്രോഷേ ഫസ്റ്റ് ചെയ്ത് കൊടുക്കാം. സെവൻ സിംഗിൾ ക്രോഷേ കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 10 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 10 സിംഗിൾ ക്രോഷേ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ഡിഗ്രീസും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 18 ആയിരിക്കും കിട്ടുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഷൂസ്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഷൂസ് കംപ്ലീറ്റ് ആയി.
2 ഷൂസും റെഡി ആയിട്ടുണ്ട്. ഇനി ഷൂസും അതുപോലെ തന്നെ ഡ്രസ്സും നമുക്ക് ഈ ഡോളിൽ നിന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.